തുടരുക. ഇപ്പോൾ ഉമാ തോമസ് MLA നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി ഉമാ തോമസ്, കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി നമുക്കറിയാം സ്വപ്ന പദ്ധതിയായിരുന്നു. അത് വളരെ കൊട്ടിഘോഷിച്ച് നടത്തിയ പദ്ധതിയാണ്. ഇപ്പോൾ ടീകോം ആ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് അറിയിച്ചിരിക്കുന്നു. സർക്കാരിനും താല്പര്യമില്ല. ആ ഘട്ടത്തിൽ ഭൂമി തിരിച്ചു പിടിക്കുന്നു. പകരം അവിടെ ടീകോം നടത്തിയ ഇൻവെസ്റ്റ്മെന്റിന് അവർക്ക് നഷ്ടപരിഹാരം നൽകുന്നു എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത് സംബന്ധിച്ചൊരു തീരുമാനം ഇന്ന് മന്ത്രിസഭാ യോഗത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വാർത്തയെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? 90,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഈ നിലയിൽ അവസാനിപ്പിക്കേണ്ടി വരുന്നതിന്റെ ഉത്തരവാദി ആരാണ്? നമസ്കാരം. തീർച്ചയായിട്ടും നമ്മളുടെ യുവാക്കളെയൊക്കെ വഞ്ചിച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ. പല രീതിയിലും അധികാരത്തിലേറിയവര് ഈ നാട്ടിൽ തന്നെ എല്ലാവർക്കും ജോലി കിട്ടും എന്നുള്ള പറഞ്ഞിട്ട് ഒട്ടനവധി പേര് ഒരു സ്വപ്ന പദ്ധതിയായിട്ട് ഇത് കണ്ടിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ ഒരു തൊഴിലുറപ്പ് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ പലരും നാട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലും ഒട്ടനവധി പേര് ഇതൊരു പ്രതീക്ഷയോടുകൂടി കണ്ടുകൊണ്ടിരുന്നു. അതുപോലും ഇല്ലാതെ അസ്തമിക്കുകയാണ്. എല്ലാ രീതിയിലുള്ള ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കാണിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് അത്? ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വിഭാവനം ചെയ്ത പദ്ധതിയാണ്. ആ ഘട്ടത്തിൽ എതിർപ്പുകൾ ഉയർന്നു. അതിനുശേഷം VSന്റെ കാലത്താണ് പദ്ധതി നടപ്പാക്കുന്നത്. അപ്പോൾ ഇത് പദ്ധതി ആവിഷ്കരിച്ചതിലെ പ്രശ്നങ്ങളാണോ, നടപ്പാക്കുന്നതിലെ പ്രശ്നങ്ങളാണോ? എന്താണ് ഇതിന്റെ ഈ ഒരു തരത്തിൽ ഫലം കാണാതെ ഇത് അവസാനിപ്പിക്കുന്ന തലത്തിലേക്ക് എത്തിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം? ഇൻ ഡീറ്റെയിൽ എനിക്ക് ഒന്നുകൂടി എന്തുകൊണ്ടാണ് ഇവർ അവസാനിപ്പിക്കുന്നതെന്ന് അറിയണം. ഇത് ഇത്രയും കാലം തന്നെ ഇത് പ്രതീക്ഷയോടുകൂടി തന്നെ നമ്മൾ നോക്കിക്കണ്ടതാണ്. തീർച്ചയായിട്ടും നമ്മളുടെ യുവാക്കൾക്കിടയിൽ സ്മാർട്ട് സിറ്റി വരുന്നതോടുകൂടി ഒട്ടനവധി പേർക്ക് ജോലി കിട്ടുമെന്നുള്ള ഇൻഫോ പാർക്കും സ്മാർട്ട് സിറ്റിയും ഒക്കെ നമ്മൾക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന സ്ഥലം തന്നെയായിരുന്നു. ഈയിടെ പോലും അതിനെക്കുറിച്ച് പുതിയ ആളുകൾ വരാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്തയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇതില് ഒരു ഇൻവെസ്റ്റ്മെന്റും നടത്താൻ സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മിസ്മാനേജ്മെന്റ് തന്നെയാണ് ഇതിനെല്ലാം കാരണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിപ്പോൾ ഈ ഭൂമി ഏറ്റെടുത്ത് മറ്റ് വികസന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും എന്ന് അറിയിക്കുന്നുണ്ട് ചീഫ് സെക്രട്ടറി. അങ്ങനെയാകുമ്പോൾ ഒരു പദ്ധതി നമ്മൾ പ്രതീക്ഷയോടുകൂടി നടപ്പാക്കിയതാണ് എങ്കിലും ഒരു ഘട്ടത്തിൽ അത് ഫീസിബിൾ അല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ നിന്ന് വിഡ്രോ ചെയ്ത് ആ ഇൻഫ്രാസ്ട്രക്ചർ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു, പുതിയ വികസന പദ്ധതികൾക്ക് ഉപയോഗിക്കുന്നു എന്ന് വന്നാൽ നഷ്ടപ്പെട്ട കാലം നഷ്ടം തന്നെയാണ്. എങ്കിൽ പോലും അതാണോ ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്ന അനുയോജ്യമായ രീതി? അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ കുട്ടികൾക്കൊക്കെ ജോലി കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന കാര്യം മറ്റൊരു രീതിയിൽ, അതായത് എല്ലാം ഒരുമാതിരി പ്രൈവറ്റൈസേഷൻ നടക്കുന്നു എന്നുള്ളതുപോലെ ഇപ്പോൾ ട്രാക്കോ കേബിളിന്റെ സ്ഥലം ഇൻഫോ പാർക്കിന് കൊടുക്കാൻ പോകുന്നു എന്നുള്ളത് പോലെ തന്നെയാണ്. അതായത് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ പോലും നിർത്തിക്കൊണ്ട് മറ്റ് ഏതെങ്കിലും രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുന്നു. ഇത് ആരുടെ ഒരു ഒത്താശയോടുകൂടിയാണ് ഇത് നടക്കണമെന്നറിയില്ല. ഒട്ടനവധി പേർക്ക് ജോലി നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. ട്രാക്കോ കേബിളിൽ കഴിഞ്ഞ ദിവസം ഒരു ഉണ്ണി ആത്മഹത്യ ചെയ്യുക പോലും ചെയ്തു. 10-11 മാസമായിട്ട് ശമ്പളം കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഒരാൾ ആത്മഹത്യ പോലും ചെയ്തു. അത്തരം രീതിയിൽ ഓരോരുത്തരെയും തള്ളിക്കൊണ്ടിരിക്കുന്ന അത് ഇപ്പോ ഇൻഫോ പാർക്കിലേക്ക് ആ സ്ഥലം കൊടുക്കുമെന്നൊക്കെ പറയുന്ന ഈ ഗവൺമെന്റിന്റെ ഓരോ പ്രവൃത്തിയും ശരിക്കും നാടിന് വിരുദ്ധമായിട്ടുള്ള, നാട്ടിലുള്ള ആളുകൾക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, എന്തായാലും നാടിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഈ തീരുമാനങ്ങളെല്ലാം എന്ന് പറയുകയാണ്. വളരെ നന്ദി ഞങ്ങളോട് ഈ അവസരത്തിൽ സഹകരിച്ചതിന് ശ്രീമതി ഉമാ തോമസ്.